നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഹാശിവരാത്രി ദിവസം. ശിവഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് മഹാശിവരാത്രി എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ദിവസം. ഈ ദിവസത്തിൽ പലരും ഇപ്പോൾ വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകളും പൂജകളും ചെയ്യുന്നവരായിരിക്കും. പലർക്കും ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവരായിരിക്കും. പക്ഷേ കുറച്ചു പേർക്കെങ്കിലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാനോ ശിവക്ഷേത്ര ദർശനം നടത്തുവാനോ സാധിക്കാതെ വളരെ വിഷമത്തിൽ ഇരിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. വളരെ ചെറിയ കാര്യമാണ് എന്ന് നമുക്ക് ഈ വീഡിയോ കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അനേകായിരമാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ കാര്യം ചെയ്തു നോക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നവർക്കും വ്രതം അനുഷ്ഠിക്കാത്തവർക്കും പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും സാരമില്ല, ആർക്കു വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ്. ദൈവികത്വം നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ശിവഭഗവാന്റെ അനുഗ്രഹം അതീതമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ശിവഭഗവാന് ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങൾ ഉണ്ടെങ്കിലും കൂടി ശിവഭഗവാന് എന്ന് ശിവഭഗവാന്റെ പേരോടുകൂടി തന്നെ വരുന്ന ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ഈ മഹാശിവരാത്രി എന്ന് പറയുന്ന ഈ ദിവസം. ഈ ദിവസത്തിൽ നമ്മൾ ഏതു കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് നിറവേറ്റിത്തരും. ആ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 12:15 മുതൽ 12:45 വരെയുള്ള ആ ഒരു അരമണിക്കൂർ സമയമാണ്. എന്തു കാരണമാണ് ഈ സമയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ ശിവഭഗവാന് ശിവരാത്രി ദിവസങ്ങളിൽ 4 യാമപൂജകൾ നടക്കും. അതിൽ 3-ാം യാമ പൂജ നടക്കുന്ന സമയമാണ് രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം. ഇതിൽ ഓരോ ക്ഷേത്ര വഴിപാടിൻ്റെ സമയങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒഴികെ 12:15 മുതൽ 12:45 വരെയുള്ള സമയത്ത് 3-ാം യാമ പൂജ എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ശിവഭഗവാൻ മഹാവിഷ്ണുവിനും ബ്രഹ്മദേവനും ലിംഗോത്ഭവ രൂപനായി അനുഗ്രഹം കൊടുത്ത ഒരു സമയം എന്ന് പറയുന്നത്. മാത്രമല്ല പാർവതി ദേവി ശിവഭഗവാന്റെ വഴിപാട് ചെയ്ത ഒരു സമയമായും ഈ ഒരു സമയത്തെ കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടപ്പാടുകളാണ്, ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്, വേദനകളാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്, തൊഴിൽ തടസ്സങ്ങളാണ്. ജീവിതത്തിൽ ഒരു മുന്നേറ്റവുമില്ല, എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്തു നോക്കി, പക്ഷേ ഒന്നും തന്നെ എനിക്ക് നന്മയിലേക്ക് വന്നു ചേരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ ഇത്രയും നാളും ചെയ്ത കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു ഫലം എന്ന് പറയുന്ന ഒരു സമയമാണ് ഈ ഇന്നു വരുന്ന രാത്രി 12 മണി മുതൽക്ക് 1 മണി വരെയുള്ള ഈ സമയം എന്ന് പറയുന്നത്. പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുവാൻ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മളെ നോക്കി വരുന്ന ഒരു ദിവസം കൂടിയാണ്, ആ ഒരു സമയം കൂടിയാണ് ഇന്ന് 3-ാം യാമ പൂജ സമയമായ രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള ഈ സമയം. ഈ സമയത്ത് നിങ്ങൾ അതുവരെയും ഉറങ്ങാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ശിവഭഗവാന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യം അത് ഭഗവാനോട് ചോദിച്ചാൽ ഭഗവാൻ അത് പരിപൂർണമായും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഒരു പക്ഷേ ഞാനിവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പുലരുമ്പോഴേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഇന്നു രാത്രി 12 മണിക്ക് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അല്ല, ഞങ്ങൾക്ക് പൂജാമുറിയിൽ ചെല്ലാൻ പറ്റില്ല, ഞങ്ങൾ വെളിയിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ വിരിച്ചിരിക്കുക. വടക്കു ദിശ നോക്കിയോ അല്ലെങ്കിൽ കിഴക്കു ദിശ നോക്കിയോ ഇരിക്കുക. ഇരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ ഇരിക്കുമ്പോൾ മുതുക് വളയാതെ നിവർന്ന് ഇരിക്കുവാനായിട്ട്, അതായത് ഒരു ധ്യാന നിലയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ നിലയിൽ നമുക്ക് ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ശിവത്വത്തെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശിവഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റി തരുവാനായിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ ആ ആഗ്രഹം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത് പോലെ മാനസികമായി പൂജകൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ശിവഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്ത ഉണ്ടാകുവാൻ പാടുകയുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ ചിന്ത വേറെ ഏത് കാര്യത്തിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ നമ്മൾ മാനസികമായി ശിവഭഗവാനെ പൂജകൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ തന്നെ കാണുക, നമ്മുടെ മുന്നിൽ ശിവഭഗവാൻ ഇരിക്കുന്നത് പോലെയും നമ്മുടെ കയ്യിൽ ഓരോ കൂവളം എടുത്ത്
ഓം നമ ശിവായ എന്ന് ചൊല്ലി ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നത് പോലെ സങ്കല്പത്തിൽ കൊണ്ടുവരിക. അതായത് വളരെ പതുക്കെ നമ്മൾ പറയുക, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്നിങ്ങനെ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടേ ഓരോ കൂവളവും എടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര സമയം നമ്മൾ ഇത് ചൊല്ലണമെന്നില്ല. നിങ്ങളൊരു 12 മണിക്ക് ഇരിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ്, 12:15 ഇരിക്കുകയാണെങ്കിൽ ഒരു 12:45 വരെ എന്നിങ്ങനെ സമയങ്ങളിൽ നമ്മൾ ഈ മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ആ സമയം അത്രയും നമ്മൾ നിവർന്നിരുന്നു കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിറവേറ്റി തന്നത് സന്തോഷത്തോടുകൂടി നമ്മൾ ശിവപൂജ ചെയ്യുന്നതായി സങ്കല്പം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. ഇത് ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്യുത്തമം തന്നെയാണ്. ഇനി പീരിയഡ്സ് ആണ്, ഞങ്ങൾക്കിങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പീരിയഡ്സ് ആണെങ്കിൽ കണ്ണുകൾ അടച്ചിരുന്ന് ഓം ശിവായ നമ എന്ന് മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, പൂജകൾ ചെയ്യുന്നതോ വഴിപാടുകൾ ചെയ്യുന്നതോ ഒന്നും നിങ്ങൾ മനസ്സിൽ കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ പറഞ്ഞ് ശിവഭഗവാന്റെ ഓം ശിവായ നമ എന്നോ ഓം നമ ശിവായ എന്ന മന്ത്രമോ നമ്മൾ മനസ്സിൽ തന്നെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. നമ്മൾ മാനസികമായി ഭഗവാനെ വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുന്നതിനെ മാനസിക പൂജ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഭഗവാനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് ജപിക്കുന്ന ഈ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അതീത ഫലമാണ് ഉള്ളത്. ഇങ്ങനെ കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതിന് നമ്മൾ 2 കൈയും കൂപ്പി ഭഗവാനോടും ഈ പ്രപഞ്ചത്തോടും നന്ദിയാണ് പ്രകടിപ്പിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി ഇന്ന് രാത്രി ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങൾ എന്തു കാര്യമാണ് ആഗ്രഹിച്ച് ഭഗവാനോട് ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും. കാരണം മഹാപ്രളയം വന്ന് ഈ ലോകം മുഴുവൻ സ്തംഭിച്ചു പോയ ആ നിമിഷത്തിൽ പാർവതീദേവി ശിവഭഗവാനെ വഴിപാട് ചെയ്ത ഒരു സമയം കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സമയം. നിങ്ങൾ എത്ര വേദനയോടുകൂടി ഇരിക്കുകയാണെങ്കിലും എത്ര കഷ്ടപ്പാടോടുകൂടി ഇരിക്കുകയാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായും ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും. അടുത്ത മഹാശിവരാത്രി വരുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ശിവഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അനുഭവിച്ച ദുഃഖങ്ങളെയെല്ലാം മാറ്റി നിർത്തുക. ഇത്രയും ദിവസം ചിന്തിയ കണ്ണുനീരിനെ എല്ലാം നമ്മൾ മാറ്റി നിർത്തുക. ഈ ഒരു നിമിഷത്തിൽ ഭഗവാനും നമ്മളും മാത്രമുള്ള ആ ഒരു നിമിഷത്തിൽ ഭഗവാന്റെ ആ ഒരു നാമം നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമെന്ന് നമ്മൾ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ സമയം നിങ്ങൾ വിട്ടുകളയരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ വീഡിയോകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.